ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹോം മെയ്ഡ് യമ്മീസ്. അപ്പോൾ ഇന്നൊരു 1.5 kg തൂക്കം വരുന്ന 2 ടയർ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. 900 ml പാലിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ അളവിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം ബട്ടർ മിൽക്കായിട്ട് വരാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 120 ഗ്രാമിൻ്റെ കപ്പാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കോൺഫ്ലവർ ചേർത്തിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ ശരിക്കും നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടും നമുക്ക്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ലൈറ്റ് കൊക്കോ പൗഡർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ കേക്കിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കും തയ്യാറായിട്ടുണ്ട്. ബട്ടർ മിൽക്ക് തയ്യാറാക്കിയതിന് ശേഷം ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല കൊഴുപ്പോട് കൂടിയ ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും. ഇനി ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 6 മുട്ട നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 180 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ പകുതിയോളം അളവിൽ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പഞ്ചസാര നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിളച്ച വെള്ളം എടുക്കണം. അതിൻ്റെ മീതേക്ക് ഈ ഒരു മിക്സ് വെച്ച് കൊടുത്തിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുത്താലേ പെട്ടെന്ന് തന്നെ പഞ്ചസാര മെൽറ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ മുട്ട പിരിഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഈ ഒരു മിക്സിന് ചെറിയൊരു ചൂടായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ മീതേന്ന് ഇത് മാറ്റാം. ഇനി ഈ കൂട്ടിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ കിട്ടാതിരിക്കാനായിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണതാണ് നല്ലത്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു വെൽവെറ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് വെൽവെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തതിന് ശേഷം എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്യണതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും. 4 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എഗ്ഗിൻ്റെ മിക്സ് നന്നായിട്ട് ബീറ്റായിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എഗ് വൈറ്റ് യോക്ക് സെപ്പറേറ്റ് തിരിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ മിൽക്കിലേക്ക് ജെൽ കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ അളവിൽ ജെൽ കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല റെഡ് ആയിട്ടുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ബട്ടർ മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 60 ml ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ബട്ടർ എസൻസും മിൽക്ക് എസൻസും ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഒരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെയും പിന്നെ ഒരെണ്ണം 5 ഇഞ്ചിൻ്റെയുമാണ്. അപ്പോൾ നമുക്ക് 2 ടയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരെണ്ണം വലുതിലും ഒരെണ്ണം ചെറുതിലും ആക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒരു ബലൂൺ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നതിന് ശേഷം ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തതിന് ശേഷം ഒരു 3 ലെയറായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. മുകളിൽ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെക്കറേഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഗണാഷ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്.
ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണിത്. അതുപോലെ തന്നെ നല്ല റെഡ് കളറിലും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ടിന്നിൽ ബേക്ക് ചെയ്ത കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ടോട്ടൽ 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലത്തെ ലെയർ 3ഉം താഴത്തെ ലെയർ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ റിച്ചിൻ്റെ ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് റിച്ചിൻ്റെ ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. ഫസ്റ്റ് ലെയറിലേക്ക് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. അതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ഇതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 ലെയറും നന്നായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വേറൊരു ഡെക്കറേഷൻ ഇതിൻ്റെ മീതേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ക്രം കോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മുകളിൽ വെക്കുന്ന കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് 3 ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കവർ ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം. മുകളിലത്തെ ലെയറിൽ ഡിസൈനൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് മുകളിലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്കും ഒരു അരമണിക്കൂർ ഫ്രീസറിലോട്ട് മാറ്റി വയ്ക്കാം, ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഫ്രീസറിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, കേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ 2 കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 2 കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി താഴെ വയ്ക്കുന്ന ആ ഒരു കേക്കിൻ്റെ നടുഭാഗത്തായിട്ട് ഞാനിപ്പോൾ ഒരു 3 സ്ട്രോ കറക്റ്റ് ആ ഒരു അളവിൽ മുറിച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിന് ശേഷം മുകളിലത്തെ ആ ഒരു കേക്ക് എൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കേക്ക് നമ്മൾ മുകളിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റില വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കറക്കി കൊടുത്തതിന് ശേഷം വേണം പൊക്കി എടുത്തിട്ട് വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ആ അടിയിലത്തെ ലെയർ കേക്ക് ബോർഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചുറ്റായി ഒന്ന് കറക്കി കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 2 സ്പാറ്റില വെച്ചിട്ട് ഇതുപോലെ 2 സൈഡിലും പിടിച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടിയിലത്തെ ലെയറിലേക്ക് നമ്മളൊരു ഫ്ലവർ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഫ്ലവർ വരയ്ക്കുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഗണാഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 25 ml വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്.
ഇനി ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു റെഡ് കളർ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മീതേക്ക് ഒഴിച്ചിട്ട് ഒരു ഡ്രോപ്പ് ഡിസൈൻ കൊടുക്കാം. ലാസ്റ്റ് ഒരു സ്പാറ്റില വെച്ചിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 ടയർ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള ബേക്കിംഗ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ഇനിയും കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്